അപ്പോൾ അങ്ങനെ ഗൈസ് നമുക്കൊരുമിച്ച് ബ്ലെൻഡർ പഠിക്കില്ലേ. വെൽക്കം ടു എഫ്എക്സ് ആൻഡ് പൈ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ നോക്കിയത് ബ്ലെൻഡറിൻ്റെ വർക്ക് സ്പേസുകളായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വർക്ക് സ്പേസ് കസ്റ്റമൈസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ബ്ലെൻഡറിൽ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വർക്ക് സ്പേസ് കസ്റ്റമൈസ് ചെയ്യുക ബ്ലെൻഡറിൽ? നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ മൗസ് ഇപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ സ്ക്രീനിൽ ഓവർ ചെയ്യുമ്പോൾ വ്യൂ പോളിൽ കൊണ്ടുവെക്കുമ്പോൾ ഒരു ആരോ ഐക്കൺ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്യണം എന്താക്കുക, നമ്മൾ ഈ വർക്ക് സ്പേസിൻ്റെ കോർണറിലേക്ക് കൊണ്ടുപോവുക. ഈ കോർണറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന് പ്ലസ് ഐക്കൺ പോലെ വരും. അപ്പോൾ ഈ കോർണറിലേക്ക് കൊണ്ടുപോയി കണ്ടോ, പ്ലസ് ഐക്കൺ വന്നില്ലേ, അല്ലെങ്കിൽ ഈ കോർണറിലേക്ക് കൊണ്ടുപോയി പ്ലസ് ഐക്കൺ വന്നു. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്, ഇവിടെ നിന്ന് ഈ കോർണറിൽ പോയിട്ട് ഡ്രാഗ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ അങ്ങനെ വർക്ക് സ്പേസ് സ്പ്ലിറ്റായി. ഞാൻ വിചാരിക്കുന്നത് താഴെ ഒരു വർക്ക് സ്പേസ് എക്സ്ട്രാ വേണമെന്ന്. അപ്പോൾ ഇതായി കോർണർ കൊണ്ടുപോയി മേലോട്ട് ഡ്രാഗ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് സ്പേസ് ഇങ്ങനെ നമുക്കിങ്ങനെ ലൈക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ടോപ്പ് വ്യൂ വേണം, സെയിം ഒബ്ജക്റ്റ് തന്നെയാണ്, അതിൻ്റെ ടോപ്പ് വ്യൂ ഉണ്ട്. ഇതിനെന്താക്കുക, എനിക്കൊരു സൈഡ് വ്യൂ ആണ് വേണ്ടത്, ഇതിനെന്താക്കുക ദൂരെ എന്നുള്ളൊരു വ്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്താക്കുക നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുക, ആനിമേഷൻ ചെയ്യുമ്പോൾ എന്താക്കുക ഒരു സെയിം ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസോ കാണാൻ പറ്റും. അപ്പോൾ ആനിമേഷനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് കുറേ വർക്ക് സ്പേസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചുകൂടി വർക്ക് സ്പേസ് വേണമെന്ന്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കോർണർ പോയിട്ട് ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമുള്ള സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് എന്താക്കുക, നമ്മൾ മൗസിൽ ഐക്കൺ എടുത്തിട്ട് ഇതാ രണ്ട് വർക്ക് സ്പേസിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയാൽ ഇങ്ങനെ മൗസിൻ്റെ ഐക്കൺ മാറും. കണ്ടോ, ഇതുവരെ ആരോ ബട്ടൺ ആയിരിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഈ ഐക്കണാവും. ഈ ഐക്കണാകുമ്പോൾ എന്താക്കുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം. അപ്പോൾ എനിക്ക് വേണ്ട വെർട്ടിക്കൽ സ്പ്ലിറ്റാണ്. അപ്പോൾ ജസ്റ്റ് വെർട്ടിക്കൽ സ്പ്ലിറ്റ് സെലക്ട് ചെയ്തോ. ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഇതിങ്ങനെ ഇവിടെ വെർട്ടിക്കലായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ഞാൻ അടുത്ത് എന്താക്കി വെർട്ടിക്കൽ സ്പ്ലിറ്റ് കൊടുത്തു, കണ്ടോ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇവിടെ ഹോറിസോണ്ടലി സ്പ്ലിറ്റ് ആവണം. അപ്പോൾ ഞാൻ എന്താക്കി മൗസ് ഇങ്ങോട്ട് കൊണ്ടുവച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഹോറിസോണ്ടൽ സ്പ്ലിറ്റ്. ഇപ്പോൾ കണ്ടോ ഇവിടെ പോയി എനിക്ക് ഹോറിസോണ്ടലി സ്പ്ലിറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്താക്കാം, നമുക്ക് എപ്പോഴും ഇങ്ങനെ കോർണർ പോകണമെന്നില്ല, ജസ്റ്റ് ഇവിടെ ഹോവർ ചെയ്തിട്ട് വെർട്ടിക്കൽ സ്പ്ലിറ്റോ അല്ലെങ്കിൽ ഇവിടെ ഹോവർ ചെയ്തിട്ട് ഹോറിസോണ്ടൽ സ്പ്ലിറ്റോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ കണ്ടില്ലേ കുറേ സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് മെയിൻ പ്രശ്നം എന്താ, എനിക്ക് ഇത്രയും സ്ക്രീൻസ് ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ എന്താക്കാം, നമുക്ക് ആവശ്യമില്ലാത്ത സ്ക്രീൻ എന്താക്കാം ഒഴിവാക്കുക, അല്ലെ ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് സിമ്പിളാണ്. ജസ്റ്റ് എന്താക്കുക, നിങ്ങളെ മൗസ് കണ്ടില്ലേ, മൗസ് ഇപ്പോൾ ഉള്ളത് ആരോ ഐക്കണാണ്. ഈ ആരോ ഐക്കൺ എന്താക്കുക, ജസ്റ്റ് നിങ്ങൾ രണ്ട് വർക്ക് സ്പേസിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐക്കണായി മാറും. ഇങ്ങനത്തെ ഐക്കൺ വന്ന ശേഷം എന്താക്കുക, നിങ്ങളെ മൗസ് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ താഴെ രണ്ട് ഓപ്ഷൻസ് കാണാം, ജോയിൻ അപ്പ് ആൻഡ് ജോയിൻ ഡൗൺ. അപ്പോൾ ഞാൻ വിചാരിക്കണേ മേലത്തെ സ്ക്രീന് ഇതൊക്കെ താഴത്തേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ കണ്ടോ ജോയിൻ ഡൗൺ. ഇപ്പോൾ കണ്ടോ ഇവിടെ ഒറ്റ സ്ക്രീനായി മാറി. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് എന്താ, എനിക്ക് രണ്ടിത് ഒറ്റൊന്നായി മാറണം. അപ്പോൾ ഞാൻ എന്താക്കി, നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ രണ്ട് വർക്ക് സ്പേസിൻ്റെ ഇടയിൽ പോയി ഈ ഐക്കൺ വന്ന ശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ കണ്ടോ ഇതെനിക്ക് ജോയിൻ റൈറ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്താക്കി ജോയിൻ റൈറ്റ് ഭാഗത്തേക്ക് ജോയിൻ ചെയ്യാൻ പോകും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ എന്താക്കി ഇത് മേലത്തെ സ്ക്രീൻ ജോയിനായി. ഇനി ഇവിടെ എനിക്ക് എന്താ അത്ര സ്പ്ലിറ്റ് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താക്കി സെയിം സ്റ്റെപ്പ് തന്നെ ഹോവർ ആൻഡ് വർക്ക് സ്പേസിൻ്റെ ഇടയിൽ പോയി ഹോവർ ചെയ്തു, റൈറ്റ് ക്ലിക്ക് അടിച്ചു. ഇതെനിക്ക് ജോയിൻ ലെഫ്റ്റ് ചെയ്താൽ മതി, ജോയിൻ ലെഫ്റ്റ് ആക്കി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 3 വർക്ക് സ്പേസ് മതി. എനിക്ക് ഈ വർക്ക് സ്പേസ് തൽക്കാലം യൂസ് ചെയ്താൽ മതി. ഇനി ഈ കസ്റ്റമൈസേഷൻ്റെ വേറെ ഒരു ബെനിഫിറ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇതിലിപ്പോൾ സെയിം എഡിറ്റേഴ്സാണുള്ളത്, ഇതിലും വ്യൂ പോർട്ടാണ്, ഇതിലും വ്യൂ പോർട്ടാണ്, ഇതിലും വ്യൂ പോർട്ടാണ്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇതിൽ വേറെ തന്നെ ഒരു എഡിറ്ററാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ എഡിറ്റർ മാറ്റാൻ പറ്റും. ഞാൻ എന്താക്കിയതാ എഡിറ്ററിൻ്റെ ഈ ഐക്കണിലേക്ക് പോയി UV എഡിറ്ററാക്കിയത്. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇതെന്താക്കണം, ടൈം ലൈൻ മതി, അല്ലെങ്കിൽ ഗ്രാഫ് എഡിറ്റർ ആക്കണം. അപ്പോൾ ഞാൻ എന്താക്കി ഈ ഐക്കണിൽ പോയി ഇവിടെ കണ്ടോ ഗ്രാഫ് എഡിറ്റർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. കണ്ടോ നമുക്ക് ഓരോ സ്ക്രീനും ഓരോ എഡിറ്റേഴ്സ് ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വലിയ വലിയ ആനിമേഷനൊക്കെ ചെയ്യുമ്പോൾ വലിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ എന്താക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ സ്ക്രീൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ബ്ലെൻഡറിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ, നല്ല കസ്റ്റമൈസേഷൻ പോസിബിളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്
എങ്ങനെ വർക്ക് സ്പേസ് സേവ് ആക്കാമെന്നാണ്. അപ്പോൾ ഓക്കെ, എനിക്കിപ്പോൾ ഈ വർക്ക് സ്പേസ് ഇഷ്ടമായി. ഇനി അടുത്ത പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താക്കണം, എനിക്ക് ഈ വർക്ക് സ്പേസ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റണം. കണ്ടോ, ഇവിടെ യു വി എഡിറ്റർ ഉണ്ട്, ഇവിടെ ടൈം ലൈൻ ഉണ്ട്, ഇവിടെ വ്യൂ പോർട്ട് ഉണ്ട്. ഇതേ വർക്ക് സ്പേസ് എനിക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ വർക്ക് സ്പേസ് എങ്ങനെ സേവ് ആക്കാം? സേവ് ആക്കാനുള്ള സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പം ഏതെങ്കിലും ഒരു വർക്ക് സ്പേസ് എടുക്കുക, മോഡലിങ്ങോ ലേ ഔട്ടോ. അത് ആൾക്കാർ ലേ ഔട്ട് തന്നെ എടുത്ത് ജസ്റ്റ് എന്താക്കി റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇവിടെ ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ ലേ ഔട്ട് 001 എന്ന് പറഞ്ഞ് വരും. ഞാൻ എന്താക്കുകയാണ്, എനിക്ക് ഇതിന് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാൻ ജസ്റ്റ് എന്താക്കുക, അതിൻ്റെ മേലെ പോയിട്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം ഇവിടെ എന്താക്കാം, FX വർക്ക് സ്പേസ് കൊടുത്തു. ഇനി ഇതെന്താക്കണം, ഇനി അടുത്തേക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇതേ വർക്ക് സ്പേസ് ഇവിടെ കാണാൻ പറ്റണം. ഞാൻ സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താക്കുക, ഫയൽ പോവുക, എക്സ്റ്റേണൽ ഡാറ്റ, ഡിഫോൾട്ട്സിൽ താഴെ പോയാലുണ്ടാവും സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ. പിന്നെ ഓവർ റൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, ഓവർ റൈറ്റ് കൊടുത്താൽ മതി. ഇത് ഇനി എന്താക്കുക, നിങ്ങൾ ബ്ലെൻഡർ ഓഫാക്കി ഓൺ ആക്കുമ്പോഴും ഈ വർക്ക് സ്പേസ് ഇവിടുത്തെ ഉണ്ടാവും. കണ്ടോ, ഞാൻ തൽക്കാലം ലേ ഔട്ട് മോഡലിംഗ് എടുത്ത് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇനി അടുത്ത വർക്ക് ചെയ്യേണ്ടത് എൻ്റെ പഴയ വർക്ക് സ്പേസിലാണ്. അപ്പോൾ എന്താക്കുക, ഞാൻ ഇവിടെ പേര് കൊടുത്ത വർക്ക് സ്പേസ് എടുത്താൽ കണ്ടോ ഇവിടെ വരും. അപ്പോൾ എങ്ങനെയാണ് എന്താക്കുക, നമുക്ക് ഇഷ്ടമുള്ള വർക്ക് സ്പേസ് കസ്റ്റമായിട്ട് എന്താക്കുക ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ സേവ് ആക്കി വെച്ചാൽ എന്താക്കുക, നിങ്ങൾക്ക് നിലവിൽ വേറെ പ്രൊജക്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക, വർക്ക് ചെയ്യുക. ഇനി ഓരോന്നിനും ഓരോ വർക്ക് സ്പേസ് ഉണ്ടാക്കുക. ആനിമേഷൻ പറഞ്ഞ വർക്ക് സ്പേസ് ഉണ്ടാക്കുക. ഇനി മോഡലിംഗ് ആണെങ്കിൽ മോഡലിംഗ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് നിങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമുള്ള വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് എന്താ, ഇങ്ങനെ വർക്ക് സ്പേസ് ആഡ് ചെയ്യാമെന്നാണ്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വർക്ക് സ്പേസിന് ആവശ്യമില്ല നിലവിൽ. അപ്പോൾ എങ്ങനെ എന്താക്കുക, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വർക്ക് സ്പേസ് ഒഴിവാക്കുക. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പാണ്. ആ വർക്ക് സ്പേസിൻ്റെ മേലെ ഹോവർ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, അവിടെ താഴെ ഉണ്ടാവും ഡിലീറ്റ് ചെയ്ത ശേഷം എന്താക്കുക, ഫയൽ പോവുക, സേവ് സ്റ്റെപ്പ് ഡിഫോൾട്ട് പോയിട്ട് സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ എടുത്തിട്ട് ഓവർ റൈറ്റ് ചെയ്താൽ എന്താവും, പിന്നെ നമുക്ക് ആ വർക്ക് സ്പേസ് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എന്താക്കുക നമുക്ക് വർക്ക് സ്പേസ് ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഓക്കെ, നമ്മൾ കവർ ചെയ്ത് വെച്ചാൽ എങ്ങനെ നമ്മൾ ബ്ലെൻഡർ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാമെന്നാണ്. എങ്ങനെ പുതിയ സ്ക്രീൻസ് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം, വെർട്ടിക്കൽ സ്പ്ലിറ്റിംഗ്, ഹോറിസോണ്ടൽ സ്പ്ലിറ്റിംഗ്, എങ്ങനെ എന്താക്കാം നമുക്ക് പുതിയൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റം വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡിലീറ്റ് ആക്കാം. അപ്പോൾ ഇങ്ങനെ ബേസിക് കസ്റ്റമൈസേഷനാണ് കവർ ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക ഈ നാവിഗേഷനെ കുറച്ചുകൂടി അഡ്വാൻസ് രീതികളായിരിക്കും. ആൻഡ് പിന്നെ കുറേ ബ്ലെൻഡിങ് ലൈക്ക് ഒബ്ജക്റ്റ് മോഡ്സ് ഉണ്ട്, ലൈക്ക് എഡിറ്റ് മോഡ്, ഒബ്ജക്റ്റ് മോഡ്, സ്കൾപ്റ്റ് മോഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇനി കവർ ചെയ്യാൻ പോകുന്നത്. നാവിഗേഷനാണ് ബേസിക്കലി നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലാസ്സിലേക്ക് എന്താക്കുക കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എനിക്കറിയാതെ മെല്ലെ മെല്ലെ പോകുന്നതുള്ളത്, കാരണം നമുക്ക് മെല്ലെ മെല്ലെ ബേസിക് കിട്ടിയാലുള്ളൂ പിന്നെ അഡ്വാൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്ത് സജഷൻ പറയാനുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാനോ കുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കുക കമൻസിൽ ഷെയർ ചെയ്യുക. നമുക്ക് അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സീ യു സൂൺ ഗൈസ്, താങ്ക് യു.